ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോമുകൾ ഏതൊക്കെയാണ്? ഓരോ ഫോമുകളും ആർക്കൊക്കെ വേണ്ടിയാണ്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ITR 1 മുതൽ ITR 7 വരെയുള്ള 7 തരത്തിലുള്ള ഫോമുകളാണ് നിലവിലുള്ളത്. ഈ ITR 1 എന്ന ഫോം ഫയൽ ചെയ്യേണ്ടത് 50 ലക്ഷം രൂപയേക്കാൾ താഴെ വരുമാനമുള്ള ഇൻഡിവിജ്വൽസ്, അവരുടെ വരുമാനം സാലറിയിൽ നിന്നോ പെൻഷനിൽ നിന്നോ ഉള്ള വരുമാനം, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം, അതായത് ഒന്നിലധികം ഹൗസ് പ്രോപ്പർട്ടി ഉള്ള ആളുകൾക്ക് ITR 1 ബാധകമല്ല എന്നർത്ഥം. അതർ സോഴ്സുകളിൽ നിന്നുള്ള ഇൻകം, അതായത് ആ ഇൻകം ലോട്ടറി അടിച്ചിട്ടുള്ളതോ കുതിരപ്പന്തയത്തിൽ വിജയിച്ചിട്ട് കിട്ടിയിട്ടുള്ള പൈസയോ അതൊന്നും ആവാത്ത അതർ സോഴ്സുകളിൽ നിന്നുള്ള ഇൻകം, ഇങ്ങനെയുള്ള ഇൻകം ഉള്ള ആളുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോമാണ് ITR 1 അഥവാ സഹജ് എന്ന ഫോം. 5000 രൂപയേക്കാൾ താഴെ അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളവർക്കും ഈ ഫോമിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി ആർക്കൊക്കെയാണ് ITR 1 ബാധകമല്ലാത്തത്? ടോട്ടൽ ഇൻകം 50 ലക്ഷം രൂപയേക്കാൾ കൂടുതലുള്ളവർക്ക് ITR 1 ബാധകമല്ല. 5000 രൂപയേക്കാൾ കൂടുതൽ അഗ്രികൾച്ചറൽ ഇൻകം ഉള്ള ആളുകൾക്ക് ITR 1 ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഒന്നിലധികം ഹൗസ് പ്രോപ്പർട്ടീസ് ഉള്ള ആളുകൾ, പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ ആയ കമ്പനികളുടെ ഡയറക്ടേഴ്സ്, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അൺലിസ്റ്റഡ് കമ്പനികളിൽ ഷെയർസ് ഉള്ള ആളുകൾക്ക്, ഇന്ത്യക്ക് പുറത്ത് അസറ്റ്സ് ഉള്ള ആളുകൾ, നോൺ റെസിഡൻസിന്, ഏതെങ്കിലും രീതിയിലുള്ള ഫോറിൻ ഇൻകം ഉള്ള ആളുകൾക്ക്, കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ലോസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ ഈ വർഷത്തെ ഏതെങ്കിലും ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസുകളോ അങ്ങനെ എന്തെങ്കിലും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളവരോ, ഇത്തരം ആളുകൾക്കൊന്നും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ITR 1 എന്ന ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല.